ഈ ഒരു ക്യാരക്ടർ രുക്മിണിയമ്മ വീണ്ടും സെക്കൻഡ് പാർട്ടിലും മോഹിനിയാട്ടത്തിലും നല്ല രീതിയിൽ എനിക്ക് അതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ സ്പാൻ വിഷൻ വഴങ്ങും തൊട്ടാച്ചിനിങ്കി എന്ന് പറയണമായിരുന്നു. അപ്പോൾ ഇവള് അകത്തിരുന്നിട്ട് തൊട്ടാച്ചിനിങ്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നിറത്തിലെ ശാലിനി എന്ന് പറയുന്നത് ഭയങ്കര കുസൃതി അടിപൊളി ഭയങ്കരമായിട്ടുള്ള ഒരു നേച്ചറായിട്ടുള്ള അങ്ങനെയുള്ളൊരു അടിപൊളി നേച്ചറായിട്ടുള്ള ക്യാരക്ടറല്ലേ. നേരെ മറിച്ച് അനിയത്തിപ്രാവിലെ ശാലിനി വളരെ ഒരു പാവം പ്രാവിൻ്റെ പോലെ ഒരു വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. അച്ഛന് വേറെ ആരുമില്ല, മുത്തേ മുത്തേ എന്നുള്ള ആ വിളി തന്നെ മമ്മൂക്കയുടെ ഒരു വിളി തന്നെ മതിയുള്ളൂ. അത്രയും അങ്ങനെ ഒരു ബോണ്ടുള്ള ഒരു അച്ഛനും മകളും. എൻ്റെ ലൈഫുമായിട്ടും എൻ്റെ രവിയേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു കോവിഡിൻ്റെ എന്ന് പറയുന്നത് ചോദ്യം ഞാൻ ചോദിക്കാഞ്ഞതാണ്. നമസ്കാരം, ഇന്ത്യ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളികൾക്ക് കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഏറ്റവും സുപരിചിതമായ ശബ്ദങ്ങളിലൊന്നിനുടമ അഭിനേത്രി ശ്രീജ രവി. വെൽക്കം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ എനിക്ക് തോന്നുന്നു 1972 73 അഭിനയത്തിലാണ് തുടങ്ങുന്നത്. 75 അരവിന്ദൻ സാറിൻ്റെ ഉത്തരായനത്തിലൂടെയാണ് ശബ്ദം കൊടുത്ത് തുടങ്ങുന്നത്. 51 വർഷങ്ങളായി. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഇത്രയും വർഷങ്ങൾ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്നോ ഇപ്പോഴും ഡബ്ബിങ്ങിലും ആക്ടിങ്ങിലും ഉണ്ടാവുമെന്നൊന്നും ഒരു പ്രതീക്ഷയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നതാണ് ഞാൻ. അതല്ലാതെ ഇതൊരു ക്രാഫ്റ്റായിട്ട് എടുത്തതോ അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് വന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പോൾ ചെയ്ത് ഇതിപ്പോൾ എനിക്കൊരു ഭയങ്കര പാഷനും വലിയൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷവും തൃപ്തിയും ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് ദൈവം അനുഗ്രഹം തന്നല്ലോ എന്നുള്ള ഒരു അത്ഭുതവും ദൈവത്തോട് നന്ദി പറയല്ലാതെ വേറെ ഒന്നും വാക്കുകളില്ല. ചേച്ചി സംസാരിക്കുമ്പോൾ, പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പരിചിതമായ ശബ്ദമാണ് അത്. ചേച്ചിയുടെ അമ്മയായാലും ഡബ്ബിങ്ങിലേക്കുണ്ടായിരുന്ന അഭിനേത്രിയായിരുന്നു, ഇപ്പോൾ മകളായാലും 3 ജനറേഷൻസ്. അപ്പോൾ ചേച്ചി എപ്പോഴും പറയുന്നത് ഇതൊരു നിയോഗമായിരുന്നു എന്നുപോലെ വന്നു ചേർന്നതാണ്. അപ്പോൾ ഇപ്പം മകളും ഈ ജേർണിയിലോട്ട് വരുമ്പോൾ വാസ് ദെയർ എനിത്തിങ് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണ് ഉണ്ടായിരുന്നത് ഈ ഒരു മേഖല? പുള്ളിക്കാരിയും വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയതാണല്ലോ. അതെ, മോൾ 1.25 വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു റേഡിയോ ആഡ് എൻ്റെ കൂടെ ശബ്ദം അവളുടേത് എയറിൽ വരുന്നത്. തൊട്ടാച്ചിനിങ്കി എന്ന് പറയുന്ന ഒരു പടത്തിന് ഞാൻ ദേവയാനിക്ക് ഡബ് ചെയ്തിരുന്നു. തമിഴോടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയോ ആഡിന് വേണ്ടി പോയപ്പം മോളെ രവിയേട്ടൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. അന്ന് കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എവിടെ പോകുമ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ സ്പാൻ വിഷൻ വഴങ്ങും തൊട്ടാച്ചിനിങ്കി എന്ന് പറയണമായിരുന്നു. അപ്പോൾ ഇവള് അകത്തിരുന്നിട്ട് തൊട്ടാച്ചിനിങ്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഡയറക്ടർക്ക് അത് അവൾ പറയുന്ന ഒരു കൗതുകം കേട്ടപ്പോൾ കൗതുകം തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കുക, നമുക്ക് അത് രസമായിരിക്കുന്നു കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ കൂട്ടിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതേപോലെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എയറിൽ വന്നത് സ്പാൻ വിഷൻ വഴങ്ങും എന്ന എൻ്റെ ശബ്ദത്തിലും തൊട്ടാച്ചിനിങ്കി എന്ന മോളുടെ ശബ്ദത്തിലും അങ്ങനെയാണ് എയറിൽ വന്നത്. അതാണ് അവൾ ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ FIR, പിന്നെ ലാലേട്ടൻ്റെ വാനപ്രസ്ഥം, അതാണ് മോൾ ആദ്യമായിട്ട്. വാനപ്രസ്ഥം ആദ്യം ചെയ്തത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം FIR എന്നുള്ള പടത്തിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡബ് ചെയ്തു. അന്ന് ഇവളും കുഞ്ഞാണ്, അതേ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് മോൾ ഡബ് ചെയ്തത്. പിന്നെ കുറേ ഡബ്ബിംഗ് ഫിലിംസ് മാത്രം, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഡബ്ബിംഗ് ഫിലിംസ് മാത്രം കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായ്, ഊട്ടി, ഇങ്ങനെയുള്ള മലയാളവും തമിഴുമായിട്ടുള്ള അങ്ങനെ ഫിലിംസ് ഡബ്ബിംഗ് ചെയ്തു. പിന്നെ അവൾ ടോട്ടലി സ്റ്റഡീസിലേക്കായിരുന്നു. അവൾക്ക് സിനിമ എന്ന് പറയുന്ന യാതൊരു ടച്ചും ഇല്ല, വലിയ ഇഷ്ടവുമില്ല. അതിനോട് എന്തോ ഒരു അവേർഷൻ പോലെയായിരുന്നു. കാരണം അവൾ ഒരു ട്യൂഷന് പോയപ്പോൾ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു കൊടുത്തതാണ് സിനിമ നല്ലതല്ല, സിനിമക്കാർ മോശമാണ്. അങ്ങനെ അവളെ പിന്നെ ഒരു മൈൻഡ് പോയ്സൺ ചെയ്തു. കുട്ടിക്ക് അറിയില്ലല്ലോ, ഇത് നമ്മളടുത്ത് അവൾ പറയുന്നുമില്ല. പക്ഷെ എന്തെങ്കിലും അവൾക്ക് അഭിനയിക്കാനുള്ള ചാൻസും ഒക്കെ വരുമ്പോൾ ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നീട് ഒരു അവസരത്തിലാണ് അറിഞ്ഞത് ആ ടീച്ചറാണ് ഇതിൻ്റെ പുറകിൽ സ്ക്രൂ കയറ്റിയത് എന്നുള്ളത്. അവൾക്കും അറിയില്ല. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്ന വേറൊരു ഔട്ട്ലുക്കിലായിരുന്നു ആൾക്കാരുടെ ഒരു വീക്ഷണം തന്നെ. ഇന്നാണ് എത്രയോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരും പ്രൊഫഷണൽസും എല്ലാം തന്നെ ഇന്ന് ഫീൽഡിലുണ്ട്. ദേ നോ വാട്ട് ദ ക്രാഫ്റ്റേഴ്സ്. പിന്നെ അങ്ങനെയാണ് മോളും കൂടെ. അവൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് വീണ്ടും ഡബ്ബിങ്ങിലേക്ക്
തമിഴിൽ വരുന്നത് സാട്ടെ എന്ന് പറഞ്ഞ പടത്തിൽ. പിന്നെ അവൾക്കതൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പോഴേക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവൾക്ക് വന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഭയങ്കര ജീവനാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയം ഇതും ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവളുടെ ഇത്. സോ അതും എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഇപ്പോൾ ആകെ കൂടെ എനിക്ക് സുജാതി എടുത്ത് മനസ്സിൽ പെട്ടെന്ന് വരിക, ശ്വേത. ആ മോളുടെ വളർച്ചയും അവളുടെ സിംഗിങ്ങും ഒക്കെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം ഒരു വലിയൊരു ബ്ലെസ്സിങ് അല്ല. അമ്മയും മകളും ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അതുപോലെ എൻ്റെ മകളും എൻ്റെ ഫീൽഡിൽ തന്നെ വന്നല്ലോ എന്നുള്ളതിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഞങ്ങൾക്കും അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പം മാം നോക്കുമ്പോൾ ഇപ്പോൾ 51 വർഷമായിട്ട് മാം സിനിമയുടെ ഇപ്പോൾ പറയുന്ന പുതിയ സിനിമകൾ, പഴയ സിനിമകൾ എല്ലാ എറയുടെയും ഭാഗമായിട്ടുണ്ട്. അപ്പം അന്ന് മാം ഡബ് ചെയ്തിരുന്ന സമയവും ഇപ്പം ഇന്ന് രവീണ ഡബ് ചെയ്യുന്ന സമയം തമ്മിൽ എന്താണ് മാം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു മേജർ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഈ സിസ്റ്റം തന്നെയാണ്. അതായത് അന്ന് ലൂപ്പ് സിസ്റ്റം ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു 5, 10, 15 ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. അത് പഠിച്ചിട്ട് നമ്മളത് ഒരുമിച്ച് തന്നെ പറയണം. കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായം അന്നില്ല. പിന്നെ എല്ലാ കോമ്പിനേഷൻ ആർട്ടിസ്റ്റും ഒരുമിച്ചാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും ചെയ്യണം. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. സോ അത് അതിൻ്റെ ഔട്ട്കം നല്ലതായിരുന്നു. ലൈക്ക് നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ട് വലിയ സ്ക്രീനിൽ കണ്ടിട്ടാണ് ഞങ്ങൾ അന്ന് ഡബ് ചെയ്യുന്നത്. ഭയങ്കര ഒരു തൃപ്തിയാണത്. വലിയ ഫിഗേഴ്സിൽ തന്നെ നമ്മൾ കണ്ട് വളരെ ലിപ്പ് പിടിക്കേണ്ട ഒരു സ്ട്രെയിനോ കാര്യമോ ഒന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം കൂടെ ഒരു TV സ്ക്രീനിലേക്ക് മാറിയ ഒരു അവസ്ഥയാണ് കൂടുതൽ തിയേറ്റേഴ്സിലും സ്റ്റുഡിയോസിലൊക്കെ ഉള്ളത്. പിന്നെ ചില സ്റ്റുഡിയോസിലുണ്ട്, എന്നാലും പണ്ടത്തെ ആ ഒരു വലിയ ക്യാൻവാസിലല്ല ഇന്ന്. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് പറയണം. ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും പറയണം. അപ്പം നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് അവേഴ്സ് എല്ലാം തന്നെ കൂടുതലാണ്. ഒരു 10 റിഹേഴ്സൽ നോക്കി, മോണിറ്റർ നോക്കി, എന്നിട്ടൊക്കെ ടേക്ക് തന്നെ 10, 12, 15 ടേക്കും ആവും. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സമയത്ത്. ഇന്ന് വളരെ സിമ്പിളാണ്. ഇപ്പം മോളുടെ ഈ ഒരു എറ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇമോഷൻസും കാര്യമെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് ട്രാക്ക് സിസ്റ്റം ഉണ്ട്. ഒരു 10 ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് അവർക്ക് എടുത്ത് ഏത് വേണം എന്നുള്ള ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൂളലാണെങ്കിൽ പോലും അത് പഞ്ച് ചെയ്യാൻ പറ്റും. ഒരു 10 ലൈനിലാണെങ്കിൽ അവർക്കത് ഒരു 4, 5 പഞ്ചായിട്ട് എടുക്കാം. ഈവൻ ഒരു ലൈനാണെങ്കിൽ പോലും അതെ, ഒരുപാട് മെമ്മറൈസ് ചെയ്ത് വെച്ച് അതിൻ്റെ മെൻ്റൽ സ്ട്രെയിൻ ഒന്നുമില്ല. ഈസി ആയിട്ട് അവർക്ക് ആ ഒരു ലൈൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇന്ന് ഒരുപാടാണ്. അതായത് അവർക്ക് ഇപ്പോൾ സ്റ്റുഡിയോയിൽ വരുമ്പോൾ ആക്ച്വലി സ്ക്രിപ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിലും നമ്മൾ അവിടെ വന്നിട്ട് തന്നെയാണ് നോക്കുന്നത്. നമുക്ക് മുൻകൂട്ടി ഹോംവർക്ക് ഒന്നും ചെയ്യാനുള്ള ഇതില്ല, ചെയ്യാൻ പറ്റില്ല അത്. കാരണം ഓൺ സ്പോട്ട് കാണുമ്പം ആ ആർട്ടിസ്റ്റ് എങ്ങനെ ലിപ്പ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, അവരുടെ ബോഡി ലാംഗ്വേജ്, അന്നേരം നമ്മൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആണ്, സ്പോട്ടിലാണ് നമ്മുടെ എല്ലാ വർക്കും വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇത്രയധികം ടേക്കുകൾ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പണ്ട് ഈ ലിപ്പ്, അതായത് ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഇമോഷണൽ സാധനം കാണുമല്ലോ. ഇപ്പോൾ ഒരു ഡയലോഗ് പറയുന്നു, എന്നാൽ ചിലപ്പോൾ അഭിനേതാവ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ വേറൊരു മീറ്ററിലായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആവാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പം നമ്മൾ ചെല്ലുന്നു, സ്ക്രീനിലെ ആർട്ടിസ്റ്റിൻ്റെ ആ സീൻ ഇടുന്നു, നമ്മളത് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്ടർ ചിലപ്പോൾ പറയും ആ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേ ഇത് തന്നെ ഫോളോ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും അത് ശരിയല്ല, എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, അത്രയും എക്സ്പ്രസീവായിട്ട് അത്ര ഷൗട്ടിങ് വേണ്ട, വളരെ ലോ ആയിട്ട് മതി, എനിക്ക് അങ്ങനെയാണ് വേണ്ടതെന്ന് പറയാം. അല്ലെങ്കിൽ ആ കുട്ടി പോസസ്സൊക്കെ തെറ്റിച്ചായിരിക്കാം. ഇപ്പം മലയാളി അല്ലെങ്കിൽ പോസസ്സൊക്കെ തെറ്റിച്ചിട്ട് ചിലപ്പോൾ ഫംബിൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത് കറക്റ്റ് ചെയ്യേണ്ട ഒരു നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ മുൻപ് എന്തായിരുന്നു നടന്നത്, അതിൻ്റെ പിൻപ് എന്താ നടക്കാൻ പോകുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ധാരണ നമ്മൾ ഡയറക്ടറുടെ അടുത്ത് ചോദിക്കും. അല്ല, സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കും. ആ ക്യാരക്ടർ എന്ത് നേച്ചറാണ്, എങ്ങനെ വേണം, എന്താണെന്നൊക്കെ ഉള്ള ആദ്യം ഒരു ചെറിയൊരു സംസാരം നടക്കും. അതിനുശേഷമാണ് നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആകുന്നത്. ഇപ്പം നിറത്തിലെ ശാലിനി എന്ന് പറയുന്നത് ഭയങ്കര കുസൃതി, അടിപൊളി, ഭയങ്കരമായിട്ടുള്ള ഒരു നേച്ചറായിട്ടുള്ള അങ്ങനെയുള്ളൊരു അടിപൊളി നേച്ചറായിട്ടുള്ള ക്യാരക്ടറല്ലേ. നേരെ മറിച്ച് അനിയത്തിപ്രാവിലെ ശാലിനി വളരെ
ഒരു പാവം പ്രാവിൻ്റെ പോലെ ഒരു വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ടിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഇത് പ്ലേ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഡയലോഗ് നമ്മൾ വായിച്ചിട്ട് ഇതിങ്ങനെ വേണമെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ക്യാരക്ടർ ഇസ് അതിൻ്റെ ഡിമാൻഡ് എന്താണോ, ആ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ പോകും. പിന്നെ വോയിസിൽ നമുക്ക് മോഡുലേഷൻസ് മാറ്റാൻ പറ്റും. ആ ബോഡി ലാംഗ്വേജിന് പിന്നെ ഒരുപാട് അയ്യോ ഇതല്ലായിരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നാത്ത രീതിയിൽ നമ്മളത് വോയിസിൽ കൊണ്ടുവരും, മോഡുലേറ്റ് ചെയ്യും. അതാണ്. അപ്പോൾ ഈ ഡബ്ബിങ് സ്റ്റുഡിയോയ്ക്കകത്ത് നിങ്ങൾ പലതവണ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോഷണലായി പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് മാം, അമരത്തിൽ മാധുവിന് ചെയ്തത് വല്ലാത്ത ടച്ചിങ് ആയിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും നമ്മൾ. ഞാൻ അഭിനയത്തിൻ്റെ പോർഷനിലോട്ട് ഞാൻ വരാം, പക്ഷേ ഈ വോയിസ് ഡബിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം അമരത്തിൽ ഒരു എക്സാമ്പിൾ ഞാൻ പല സ്ഥലങ്ങളിൽ വായിച്ചു. ചേച്ചി ഇത് പറഞ്ഞിട്ടുള്ളത് അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന കാവ്യമാധവനാണ്. അമരം 93, 94 അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഓർത്തിരിക്കാൻ, അത് എടുത്തു പറയാനുള്ള കാരണം? അതായത് എനിക്കൊന്ന് ഒരു അച്ഛനെ ഒരു ഒരു കാമുകന് വേണ്ടി അച്ഛനെ അത്രയും കഷ്ടപ്പെട്ട്, പിന്നെ അച്ഛന് വേറെ ആരുമില്ല, മുത്തേ എന്നുള്ള ആ വിളി തന്നെ, മമ്മൂക്കയുടെ ഒരു വിളി തന്നെ മതിയല്ലോ. അത്രയും അങ്ങനെ ഒരു ബോണ്ടുള്ള ഒരു അച്ഛനും മകളും ഈ ഒരു ലവ് ട്രാക്ക് വന്നപ്പോൾ ആ കുട്ടി ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ടച്ചിങ് ആണ്. ആ പടത്തിന് തന്നെ വലിയൊരു ഇതാണ്. അച്ഛൻ എന്നിട്ട് ആ കടലിലേക്ക് നോക്കിയിട്ട് കടലമ്മ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് പോകുന്ന അച്ഛാന്ന് വിളിച്ച് ഈ കുട്ടി ഓടുമ്പോൾ എന്നെ ശപിക്കരുത് അച്ഛാന്ന് എന്തോ പറയുന്നൊരു, അത് നാച്ചുറലായിട്ട് നമുക്കതങ്ങനെ ഒരു ഫീൽ ആവുമല്ലോ. അപ്പോൾ ആ ഒരു കഥാപാത്രവും അതിന് മുമ്പ് ആ കുട്ടിയെ വളർത്തിയ വിധവും പിന്നെ ലേറ്റർ ഓൺ മമ്മൂക്ക ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു അച്ഛൻ്റെ ഒരു വേദനയെല്ലാം നമ്മളൊന്ന് ഉൾക്കൊള്ളുന്നതാണ്. അതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് അനിയത്തിപ്രാവിൽ എനിക്ക് ശാലിനിക്ക് ഡബ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഡേ കരഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഡബ് ചെയ്തത്. അതും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിം അല്ലേ. അതെ, ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുന്നതും കാര്യങ്ങളല്ല. ഇത്ര 50 വർഷം 2000-ൽ പരം ചിത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും, അതായത് നിങ്ങളെല്ലാവരും സിനിമയ്ക്ക് മുമ്പ്, തിയേറ്ററിൽ റിലീസിന് മുമ്പ് ഇത് കാണാനുള്ളൊരു, അത് കണ്ട് നിങ്ങളതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഇതെപ്പോഴെങ്കിലും സിനിമ ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ഡബ് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ മാത്രമല്ലേ. ആ ക്യാരക്ടർ ഫുൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ക്യാരക്ടർ ബിഗിനിങ് ടു എൻഡ് ഉണ്ടെങ്കിലും അതൊരു സിനിമയായിട്ട് കാണുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളും അതിൻ്റെ മ്യൂസിക്കും എഫക്ട്സും എല്ലാം കൂടെ ചേർന്ന് ഒരു ഫുൾ കംപ്ലീറ്റ് ഫിലിമായിട്ട് വരുമ്പോൾ അതിൻ്റെ ആസ്വാദനം വേറെ തന്നെയായിരിക്കും. അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല. ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ഇപ്പം മോഹിനിയാട്ടം റിലീസാവുന്നു, ഭരതനാട്യം. വിനയ് ഫോർട്ടിനോടൊപ്പം ഉള്ളൊരു റീല് ഞാൻ കണ്ടു. അത് എങ്ങനെയാണ് ഈ ശബ്ദത്തിന് എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് ഇപ്പോഴും അതേപോലെ ഇരിക്കുന്നത്? അതുപോലെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെ പറയാം. അതെ, അത് ഞങ്ങൾ ഒരു ഷൂട്ട് പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഈ മോഹിനിയാട്ടം ഭരതനാട്യം ടീം എന്ന് പറയുന്ന ഒരു ഫാമിലി സെറ്റപ്പാണ്. അവിടെ വലിയ ആള്, ചെറിയ ആള്, വലിയ ഹീറോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും വളരെ സ്നേഹത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത്. അപ്പം അങ്ങനെ ഈ ഗ്യാപ്പൊക്കെ കിട്ടുമ്പം അതിൽ അഭിനയിച്ച ദിവ്യയും ശ്രുതിയും കലാരഞ്ജിനി ചേച്ചിയൊക്കെ ഏതൊക്കെ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും റീല് ചെയ്യണമായിരുന്നു, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ചേച്ചിയെ മറ്റേ ഈ ഗീതുവിൻ്റെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വിനയ് ഫോർട്ട് അവിടെ ഒരു പോലീസിൻ്റെ വേഷത്തിലാണ് നിൽക്കുന്നത്, അതിലങ്ങനെയാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വിനയ് ഫോർട്ടിനോട് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ അതൊക്കെ നടക്കുമോ ചേച്ചി, നമുക്ക് വേറൊരു പോലീസുകാരൻ അസിസ്റ്റൻ്റായിട്ടൊരു ദീപക്കോ അങ്ങനെ എന്തോ ഒരു പോലീസുകാരനുണ്ട്, അപ്പോൾ പുള്ളിയും ചേച്ചിയും കൂടെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും വിനയുടെ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു വിനയുടെ അടുത്ത് ഇങ്ങനെ ഒരു റീല് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. പിന്നെ എന്താ ചേച്ചി പറ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി അത്രയ്ക്ക് പിടിയില്ല, കണ്ടിട്ടുണ്ട് എപ്പോഴോ ഉള്ള ഒരു ഓർമ്മയിൽ. അതെ. അപ്പോൾ ഞാൻ ചെയ്യാ ചേച്ചിന്ന് പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഷൂട്ട് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി, വണ്ടി കയറാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഓടിപ്പോയി വിനയ് ഇതും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ശബ്ദം എനിക്ക് പണ്ടേ കുട്ടികൾക്ക് ഡബ് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അവിടെ നിന്നാണല്ലോ തുടക്കം ഇതായത്. അപ്പം അന്ന്
വലിയ ആൾക്കാർ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ലൂപ്പ് സിസ്റ്റം ആയതുകൊണ്ട് അഭിനയിച്ച ഇപ്പോൾ ശ്യാമലിയോ അല്ലെങ്കിൽ ശാലിനിയോ അല്ലെങ്കിൽ ബേബി അഞ്ജോ ഇവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല, അവർ ഇന്നായിരുന്നെങ്കിൽ ഡബ് ചെയ്തേനെ. പക്ഷെ അന്ന് അവരെ നിർത്തി ഇത്രയും ലെങ്തി സംഭവങ്ങളൊക്കെ ഇൻ കോമ്പിനേഷൻ ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അമ്പിളിയൊക്കെ ആയിരുന്നു കൂടുതൽ കുട്ടികൾക്ക് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ കുഞ്ഞുങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കുസൃതിയും കാര്യമൊക്കെ ഞാൻ കുറേ ഒബ്സർവ് ചെയ്യും. അവർ പറയുന്നത് കൊഞ്ചൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഇഷ്ടം എന്നിലൂടെ വരുന്നതായിരിക്കാം. മറ്റേ അല്ലാതെ ഇതിനു വേണ്ടി വോയിസ് ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അല്ല, ആസ് എ വോയിസ് ആക്ടർ അല്ലെങ്കിൽ വോയിസ് ഒരു മേജർ ഡബിംഗ് ആർട്ടിസ്റ്റ്, is there any care routine that you actually keep? No, nothing of that sort. Very normal. I take all normal food. എനിക്ക് ഐസ്ക്രീം ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. ചിലപ്പോൾ ഓരോ റിസപ്ഷനൊക്കെ പോകുമ്പോൾ ആദ്യം നോട്ടം ഐസ്ക്രീമിലായിരിക്കും. അത് 1-2 സ്കൂപ്പായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, കെയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കോൾഡ് വന്നാൽ ആസ് ഇറ്റ് ഇസ് നോർമൽ കോൾഡ് വന്നാൽ എല്ലാവർക്കും ഒരു 7 days to 10 days നമ്മൾ ഒരു ത്രോട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ, അതല്ലാതെ വേറെ ഒരു കെയറും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വരൻ ആവശ്യമുള്ള കുക്കറമ്മയാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ ആ കഥാപാത്രത്തിന് യെസ് പറഞ്ഞ് അഭിനയിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി അങ്ങോട്ട് അഭിനയവും ഇത്ര സീരിയസ് ആയിട്ട് അഭിനയത്തെ കാണുമെന്നുള്ളത്? അങ്ങനെ ഒരിക്കലും ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് ചെയ്യുന്നു, അത് തീരുന്നു, അത്രയേ ഉള്ളൂ. മറ്റേ ഇനി അഭിനയമാണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും തന്നെ ഡബിങ് കഴിഞ്ഞ് ഇപ്പോൾ എത്രയോ വർഷങ്ങളായി തന്നെ പറയാം. നമുക്കങ്ങനെ പണ്ടത്തെ പോലെ ഒരു കണ്ടിന്യൂസ് വർക്ക്, അങ്ങനെ ബിസി ഷെഡ്യൂൾ ഇല്ല ഡബിങ്ങിൽ. കാരണം എല്ലാം പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ ഓൺ വോയിസസ് ആണ് ഇപ്പോൾ അധികം പേരും. പിന്നെ പുതിയ ജനറേഷൻ വന്നു. ഇപ്പം എൻ്റെ മോളടക്കം, ഇപ്പം ഞാൻ നയൻതാരയ്ക്ക് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അവളെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ജനറേഷൻ മാറി. അപ്പം അങ്ങനെ ഞാൻ ഇനി അഭിനയമാണ് ഇനി ഇതാണെന്നുള്ളത് ചിന്തിച്ചിട്ടേ. പക്ഷെ എനിക്ക് ദൈവം കറക്റ്റായിട്ടത് ഇത്രയും വർഷങ്ങൾ ഡബ് ചെയ്ത് ബിസിയായി പോയിട്ട് ഒന്ന് ഡള്ളായ സമയത്ത് ഈ അഭിനയം എന്നെ തേടി വരുന്ന രീതിയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് കൊണ്ടുതരുന്ന പോലെയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അത് കാരണം എനിക്ക് ഭയങ്കര എൻഗേജ്ഡ് ആണ്, ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇപ്പം തമിഴും മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് ഉഗ്രനാകുന്നുണ്ട്. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കഠിന കടോരമി അണ്ടകടാകം എന്ന് പറഞ്ഞ ചിത്രത്തിലെ പെർഫോമൻസ് ആണ്. താങ്ക് യു സോ മച്ച്. കാരണം അത് കാണുമ്പോൾ, അത് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ ശബ്ദം ഭയങ്കര സുപരിചിതമായതുകൊണ്ടും നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഇത് ശ്രീജ മാം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഇമോഷണൽ സാധനം വരും എന്നുള്ളത് നോക്കിയിട്ടാണ്. പക്ഷെ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസാണ് കഠിന. കാരണം ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത് ഒരു കോമഡി ചിത്രമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഐ ടു ബി ഓണസ്റ്റ്, ഞാൻ ബേസിൽ ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ നമ്മളെ പിടിച്ച് ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസാണ്. ആ ഒരു സിനിമയിലെ അത്ര ഒരു ഇമോഷണൽ ഡെപ്തുള്ള ക്യാരക്ടർ എങ്ങനെ പുൾ ഓഫ് ചെയ്തു? അത് എനിക്ക് പിന്നെ ഡയറക്ടർ ഫോണിലൂടെ ഈ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തിരുന്നു ആ സംഭവം. പക്ഷെ ആ സമയത്ത് ഞാൻ വേറൊരു ഡബ്ബിങ് മറ്റുള്ള ഭാഷയിൽ നിന്ന് ഇപ്പോൾ തെലുഗു ടു മലയാളം, തെലുഗു ടു തമിഴ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശാകുന്തളം എന്ന് പറഞ്ഞ പടം എനിക്ക് ഡെഡ് ലൈൻ ആയിരുന്നു ചെയ്തു കൊടുത്ത് തീർത്ത് കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ ഭയങ്കര മെൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്താണ് ഇവരുടെ ഡേറ്റ്സ് അതേ ഡേറ്റ്സിൽ എനിക്ക് തീർത്ത് കൊടുക്കാൻ പറ്റാതാവും എന്നുള്ള രീതിയിലുള്ള ഡേറ്റ്സ് ആയിരുന്നു പിന്നെ മുഹാഷൻ തന്നിരുന്നത്. പക്ഷേ ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ചത് എങ്ങനെയെങ്കിലും എനിക്ക് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഒന്നുകിലും ഞാൻ ആ പടം വിടണം. കാരണം ഇത് ഓൾറെഡി ഞാൻ പോയതാണ്. ഏറ്റവും നമ്മൾ തീർത്ത് കൊടുക്കണമല്ലോ, അത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഫിലിം കംപ്ലീറ്റ് ഡബ്ബിങ്ങും പിന്നെ സോങ്സും എല്ലാം കൂടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഒരു വലിയ താങ്ക്സ് നമ്മുടെ ആക്ടർ ദേവ് മോഹനോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പുള്ളിയാണ് എനിക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്തായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിയുടെ മനസ്സെന്താ പറയുന്നത്, ചേച്ചിക്ക് ഇഷ്ടമാണോ അത് അഭിനയിക്കാൻ, ചേച്ചി പോയി അഭിനയിക്കുക, ഇതെല്ലാം വന്നോ, ഇതൊക്കെ ശരിയായിക്കോളും എന്ന് ദേവ് മോഹനാണ് എനിക്ക് അതിൻ്റെ ഒരു ധൈര്യം തന്നത്. കാരണം എല്ലാവരും ആരോട് പറയുമ്പോഴെന്താ പറയുമോ ഇത് തീർത്തു കൊടുക്കണ്ടേ, ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ, എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ അവരുടെ പിന്നെ അനൗൺസ് ചെയ്തു അവർ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ദേവ് മോഹൻ അത് എനിക്ക് ആദ്യം ഒരു ധൈര്യം തന്നപ്പോൾ ചേച്ചി ധൈര്യമായിട്ട് പോയി അഭിനയിക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ദേവ് മോഹൻ പറഞ്ഞപ്പോൾ എനിക്ക് എവിടെയോ ഒരു ശക്തി കിട്ടി. അപ്പം ഞാൻ ഓക്കെ, ആ ഡേറ്റ്സിൽ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ എന്തോ ദൈവാധീനം പോലെ ഈ അവരുടെ ഈ ശാകുന്തളത്തിൻ്റെ റിലീസൊക്കെ
തള്ളിപ്പോയി. അത് മാറിയപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനില്ല. അത് അഭിനയിക്കാനും പറ്റി, ഇത് തീർത്ത് കൊടുക്കാനും പറ്റി. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരിത്. അത് എൻ്റെ ലൈഫുമായിട്ടും എൻ്റെ രവിയേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു കോവിഡിൻ്റെ എന്ന് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാഞ്ഞതാണ്. അത് കാരണം എനിക്കത് കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്ത് ആ ഒരു ഫീലായിരുന്നു എനിക്ക് കൂടുതൽ. അത് ഇപ്പം നന്നായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ രവിയേട്ടനെ ഓർത്തിട്ടായിരിക്കണം അതൊരു ഇതായിട്ട് വന്നിട്ടുണ്ടാവുക. He rests in love, lot of love. Thank you. So, ഇപ്പോൾ ഇനി ഞാൻ ഭരതനാട്യത്തിലേക്ക് വരികയാണ്. അതായത് ഇറങ്ങിയപ്പോൾ ഓക്കെ മാം? ഓക്കെ. ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ചിത്രം, എന്നാൽ പിന്നീട് പ്രൈമിൽ റിലീസിന് ശേഷം അതിഭീകരമായ റെസ്പോൺസ്. അത് ഞാൻ സഹിച്ചേട്ടൻ ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇത് കണ്ടതിൽ. ഇപ്പോൾ കൃഷ്ണദാസ് മുരളി ആയാലും നമുക്ക് ചെറിയൊരു പരിചയം മുമ്പ് ഒരു ഫ്രണ്ട് വഴി ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ടൊരു ചിത്രം അതിൻ്റെ രണ്ടാം ഭാഗം വരികയാണ്. മുമ്പ് ഞാനിത് കണ്ടിട്ടുള്ള ആടിലാണ്. ആട് എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിൽ വരും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഈ രണ്ടാമതുള്ള കോൺഫിഡൻസ് ആസ് എ ടീം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം ഒക്കെ സഹിച്ചേട്ടൻ ചെയ്യാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ? ശരിക്കും ഞങ്ങളാരും പ്രതീക്ഷിച്ചൊന്നുമില്ല, അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം ഇതിങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു. അയ്യോ ദൈവമേ, ഇത് OTT ഇത്രയ്ക്കും നന്നായിട്ട് ആൾക്കാർ റിസീവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ വിജയിച്ചില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അതല്ലാതെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് അറിയേയില്ല. ഡയറക്ടർ പോലും പറയുന്നത് കേട്ടു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് തന്നെ ബ്ലാങ്ക് ആയിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പിന്നെ ഒന്ന് ആലോചിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് ആലോചിച്ച് എങ്ങനെ ഒരു ത്രെഡ് ഉണ്ടായി. പക്ഷെ അത് അതിഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം. ഈ ഒരു ക്യാരക്ടർ രുക്മിണിയമ്മ വീണ്ടും സെക്കൻഡ് പാർട്ടിൽ മോഹിനിയാട്ടത്തിലും നല്ല രീതിയിൽ എനിക്ക് അതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. ഫുൾ ഫാമിലിയും പിന്നെ പുതിയ എൻട്രീസ് ആയിട്ട് ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട്, പിന്നെ ബേബി ജെയിൻ, ജഗദീഷ് ഏട്ടൻ, അപ്പോൾ അവരെല്ലാം കൂടെ വന്നപ്പോൾ ഒന്നുകൂടെ ഇത് സംഭവം. അതെ. സായേട്ടൻ ഇല്ല എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. പക്ഷെ സായേട്ടൻ ആത്മാവ് ഉണ്ട്. പക്ഷെ മറക്കില്ല ആരും. കാരണം ഭരതമൂപ്പറാണ് കംപ്ലീറ്റ് ഇതിന്റെ മെയിൻ പുള്ളി. അത് ഭയങ്കര ട്രാജിക് ആയിട്ടുള്ളൊരു കഥ പറയുമ്പോഴും ട്രാജിക് ആയിട്ട് സിറ്റുവേഷൻ, അതിനകത്ത് ഭയങ്കര ഒരു ഹ്യൂമറസ് എലമെന്റ്സ് വെച്ചിട്ടാണ് കൃഷ്ണദാസ് അത് എഴുതി ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഹിനിയാട്ടം 2 ഇപ്പോൾ സഹിച്ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂവിന് വന്ന് പറഞ്ഞ ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്, അതൊന്ന് എക്സിക്ക. അപ്പോൾ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അതായത് ജോണർ ഷിഫ്റ്റ് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇപ്പം മറ്റുള്ള പടങ്ങൾ ഫുൾ ആൻഡ് ഫുൾ പിന്നെ ത്രില്ലർ ആണെങ്കിൽ ത്രില്ലർ, അല്ലെങ്കിൽ ഹൊറർ ആണെങ്കിൽ ഹൊറർ, അങ്ങനെയുള്ള ഒരു സ്കെയിലല്ല. ഇതിൽ നമ്മുടെ ഫാമിലി ഇമോഷൻസ് അങ്ങനെയുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ ഈ ത്രില്ലർ തന്നെ അകത്തുള്ള ഞങ്ങൾക്കൊക്കെയാണ് അതിൻ്റെ ഒരു ത്രില്ലറിൻ്റെ ഇമ്പാക്റ്റ്. അതിൻ്റെ പേടിയോ കാര്യമോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കാണ് അതിൻ്റെ ടെൻഷൻസ്. പക്ഷേ കാണുന്ന നിങ്ങൾക്കൊക്കെ ചിരിയായിരിക്കും, ഹ്യൂമറസ് ആയിട്ട്. അങ്ങനെ ഒരു ഇപ്പോൾ ത്രില്ലർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബ്ലഡ് ഷെഡും വയലൻസും തോക്കുകൊണ്ട് വെടിയും കത്തി ഇതൊക്കെയാണെന്ന് വിചാരിക്കില്ലേ. പക്ഷെ അതൊന്നുമല്ല. വളരെ നല്ല രീതിയിൽ ഒരു ഫാമിലി എല്ലാവരും, ഈവൻ യങ്സ്റ്റേഴ്സും രസിക്കുന്ന രീതിയിൽ അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ പോയിരിക്കുന്നത്. യു വിൽ റിയലി എൻജോയ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ഫോർ ഷുവർ. അപ്പോൾ ഇപ്പം ഞാൻ ശാകുന്തളത്തിൻ്റെ കാര്യം ഇടയ്ക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ, ഞാൻ വാട്ട് ഈസ് ദ മേജർ ചാലഞ്ചസ് ഇൻ ഒരു ഡബ്ബിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി? ഇപ്പോൾ ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ എല്ലാ ഭാഷയിലേക്കും പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിങ്ക് സൗണ്ട് ബാക്കി എല്ലായിടത്തും വരുന്ന സമയത്തും ഇതുപോലുള്ള ചിത്രങ്ങളിലാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ഡബ്ബിംഗ് ഡയറക്ടേഴ്സിന് ഒരു ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ എന്താണ് ഇപ്പോൾ ആ ഒരു ഡബ്ബിംഗ് ഡയറക്ഷൻ, ആ ഒരു സീനിൽ ഇവോൾവ്മെൻറ്റ് എങ്ങനെയാണ്? ഡബ്ബിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഞാൻ ചെയ്യുന്ന ഫിലിംസ് എനിക്ക് അത് സ്ട്രെയിറ്റ് ഫിലിം ഫീലിൽ തന്നെ വേണം എന്നുള്ള ഒരു മസ്റ്റായിട്ടുള്ള കുറച്ച് ഷാഡിയുള്ള ആളാണ് ഞാൻ. അതായത് പെർഫെക്റ്റ് ആയിരിക്കണം. ഒരുപാട് പടങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഫീലിലൊക്കെ ഇപ്പോൾ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് മുമ്പൊക്കെ കുറേ ഡബ്ബിംഗ് ഫീലിലായിരുന്നു. ട്രാൻസ്ലേഷൻ പോലെ തന്നെ തോന്നും. എക്സാക്ട്ലി കേട്ട് അതങ്ങനെ മലയാളത്തിലേക്ക് ആക്കുന്നു അല്ലെങ്കിൽ തമിഴിലേക്ക് ആക്കുന്നു, അങ്ങനെയുള്ളൊരിതാണ്. ലിപ്പ് കറക്റ്റ് ആയിരിക്കില്ല. ഒരു പരിധി വരെ നമുക്ക് ലിപ്സിങ്ക് ചെയ്യാം, ആ കണ്ടൻറ്റിൽ നിന്ന് മാറാതെ
ആ സീക്വൻസിനും ആ ഒരു ഇതിൽ കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത് അങ്ങനെയും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റാണെന്നുള്ള അത്രയ്ക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് വരൂ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഫീൽഡിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു ഡബ്ബിംഗ് ഡയറക്ടറുടെ തലയിൽ ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ വേറെ റൈറ്ററെ വെച്ച് എഴുതുകയാണെങ്കിലും അല്ല നമ്മൾ തന്നെ എഴുതുകയാണെങ്കിലും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അത് കൈകാര്യം ചെയ്യുമ്പം ലിപ്സിങ്ക് കുറച്ചുകൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കത് ശീലമുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ നമ്മുടെ നോട്ടം ലിപ്പിലായിരിക്കും പോവുക. ഇപ്പോൾ സിംഗേഴ്സ് ആണെങ്കിൽ അവരിരുന്ന് പടം കാണുമ്പോൾ അവർ പാടുന്ന ആൾക്കാരുടെ താളവും ശ്രുതിയും കറക്റ്റാണോ എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അങ്ങനെയാണ് പോവുക. സോ ഓരോ ക്രാഫ്റ്റിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല നല്ല കറക്റ്റ് വോയിസസ്, ഇപ്പോൾ ഏത് വോയിസ് ആര് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡബ്ബിംഗ് ഫീൽ അല്ലാതെ അച്ചടി പോലെ അല്ലാതെ വളരെ കാഷ്വലായിട്ട് പറയുന്ന നല്ല ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പിന്നെ ടാലൻറ്റിനെ നമ്മൾ ടാപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പിന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അടുത്ത് ഒരു പടം കണ്ടതാണ്, നമ്മുടെ സതീഷ് മുതുകുളാണ് അതിൻ്റെ ഡബ്ബിംഗ് ഡയറക്ടർ. സൂ ഫ്രം സോ എന്ത് മനോഹരമായിട്ടാണ് ആ പടം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതായത് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ചിലവരത് നശിപ്പിച്ച് കളയും. ആ പടത്തിൻ്റെ ഒരു സോള് നഷ്ടപ്പെടാതെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. അതിനോട് നമുക്ക് പൈസ മാത്രമല്ല, അതിനോട് നമുക്കൊരു സ്നേഹം വേണം. അതിനെ നമ്മൾ എത്ര പൈസ കുറവാണെങ്കിലും പൈസ ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിലും വി ഷുഡ് നോട്ട് എന്താ പറയുക, അതിനോടൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാതിരിക്കരുത്. അപ്പോൾ അതാണ് ഒരു ഡബ്ബിംഗ് ഡയറക്ഷൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് റിയലി ഹ്യൂജ്. ഇപ്പോൾ സൂഫ്രംസോ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത ഏതെങ്കിലും സിനിമകളുണ്ടോ ഡബ്ബിംഗ് അസലായിരുന്നു പറയാൻ? ബിക്കോസ് ഒരു ഡബ്ബിംഗ് ലെജൻഡിൻ്റെ പെർസ്പെക്റ്റീവിൽ അതന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പടം. എനിക്കതാണ് വളരെ ഇതായിട്ട് തോന്നിയത്. അതല്ലാതെ വലിയ വലിയ പടങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും ഈ ഒരു പടം കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇപ്പം ഞാൻ ചെയ്ത പടങ്ങളാണെങ്കിൽ പോലും ഞാൻ ചെയ്ത പടങ്ങൾ പിന്നെ സ്ട്രെയിറ്റ് ഫിലിം ഫീൽഡിൽ ഒരുപാട് പടങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു അപ്പുറം എനിക്ക് ഈ പടം ഒരുപാട് ഞാൻ രസിച്ചു. ഒരു ഡബ്ബിംഗ് ഫീൽ അല്ലാതെ ഇരുന്ന് ഞങ്ങൾ ഫാമിലിയെ അടക്കം കണ്ടിട്ട് ഞാൻ ആരാ ഇത് ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ച് അപ്പോഴാണ് അറിഞ്ഞത് സതീഷാണ് ചെയ്തത്. സതീഷിനെ വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു. ഓക്കെ. അതുപോലെ ഇപ്പം ഞാൻ ബിഫോർ ഐ റാപ്പ് അപ്പ് ഈ ഒരു ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ സിങ്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ചെയ്ത സിനിമകൾ ഏതെങ്കിലും സിങ്ക് സൗണ്ട് ആയിരുന്നോ അഭിനയിച്ചതല്ലേ? ആ റോഷാക്ക് അത് ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ വലിയ പടം. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം 4 ലൈനിൽ 2 ലൈൻ പറയുമ്പോൾ 3ാമത്തെ ലൈൻ അങ്ങനെ കട്ട് ഓഫ് ആയി പോകും, ബ്ലാങ്ക് ആയി പോകും ചില സമയത്ത്. അപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ തെറ്റിച്ചാൽ വീണ്ടും മമ്മൂക്ക റീടേക്ക് എടുക്കണ്ടേ. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡയറക്ടറോടൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാവുന്നു. അവനെ ഒന്നും കുഴപ്പമില്ല, മമ്മൂക്ക ചില്ലാണ്, ഒരു കുഴപ്പമില്ല. നിസാം ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിരുന്നു എന്നെ. അപ്പോൾ മമ്മൂക്ക അതുപോലെ തന്നെ വന്നിരുന്നിട്ട് നീ പഠിക്കൊന്നും വേണ്ട പൈര് എന്ന് പറഞ്ഞ് പുള്ളി എന്നെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പറ ഇതിന് ശേഷം ഇങ്ങനെയാണ് പോയിന്റ്സ് വെച്ചിട്ട് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം എല്ലാം പറഞ്ഞെന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരിതില്ല, അയ്യോ, കാരണം മമ്മൂക്കൊക്കെ ആരാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേടിയാണ് ഇത്. പക്ഷേ ശരിക്കും സെൻസ് സൗണ്ട് നമ്മൾ ചെയ്യുമ്പം നല്ലൊരു അതിൻ്റെ ഔട്ട്പുട്ട് കേൾക്കുമ്പോൾ നല്ലൊരു ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെ. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് മാമിൻ്റെ അടുത്ത് പറയുമ്പോൾ വാട്ട് വുഡ് യു സേ ടു ഹെർ ഓർ ഹിം? വെൽക്കം, നല്ല കാര്യം തന്നെ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആർക്ക് വേണമെങ്കിലും ആകാം എന്നും പറയാം, എല്ലാവർക്കും വേണമെങ്കിൽ ആകാൻ പറ്റില്ല എന്നും പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് യു ലവ് ദ ക്രാഫ്റ്റ്, ഹൗ മച്ച് യു നോ ദ ക്രാഫ്റ്റ്, ഹൗ മച്ച് യു ലേൺ ഇറ്റ്. അതിനുള്ള മനസ്സ് വേണം, അതിനുള്ള പേഷ്യൻസ് വേണം. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും തന്നെ നമ്മുടെ സീനിയേഴ്സിനെ കണ്ടിട്ട് ഇനിയൊരു ആർട്ടിസ്റ്റ് ഡബ് ചെയ്യുന്നത്, നമ്മൾ ആക്ട് ചെയ്ത ആക്ടേഴ്സും കൂടെ നിന്ന് ഡബ് ചെയ്തിട്ട് അവർ ചെയ്യുന്നതും കൂടെ കണ്ടു പഠിക്കാനുള്ള അവസരം എന്നെപ്പോലുള്ള പഴയ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല.
കാരണം ഇപ്പോൾ ഒരു പുതിയ പടം റിലീസ് ആവുന്നതിന് മുമ്പേ ഒരു 4 പേര് പോയിട്ട് ഞങ്ങളൊന്ന് ഡബ്ബിങ് പഠിച്ചോട്ടെ, ഞങ്ങൾ അകത്തിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ എവ്രിബഡി മേ നോട്ട് അക്സെപ്റ്റ് ദാറ്റ്. പിന്നെ ആ ടീം അവരുടെ പടത്തിൻ്റെ എന്തെങ്കിലും വെളിയിൽ ലീക്കാവോ, കുറച്ച് പ്രൈവസിയോടുകൂടി വെച്ചിരിക്കുന്ന ഒരു സിനിമയായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ആ ഒരു അവസരം കിട്ടില്ല. പിന്നെ ഈ കുട്ടികൾക്കൊന്നും പോയി ചോദിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഡബ്ബിങ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്. ആണായാലും പെണ്ണായാലും വളരെ ധൈര്യത്തോടു കൂടി വരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവേത് അത് വിട്ടിട്ട് ഇതിലേക്ക് വരരുത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് എ സ്റ്റാൻഡ് ഹിയർ. കാരണം ഇഷ്ടംപോലെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവർക്കും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നവരെല്ലാവരും അവരവരുടെ ഓൺ വോയിസ് ആണ്. അപ്പോൾ അതില്ലാതെ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറുനാടൻ ആളാണെങ്കിൽ മാത്രമേ ഇവിടെ സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ ഞാൻ എത്രയോ പേര് അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ജോലി വിട്ടിട്ട് കളഞ്ഞിട്ട് ചെയ്യില്ല, അല്ലാത്ത സമയത്ത് നിങ്ങൾ അതിനൊരു ടൈം കണ്ടെത്തിയിട്ട് ഇത് പഠിക്കൂ. എങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കാം. ഏതെങ്കിലും ഒരു സീന് നിങ്ങൾ പിന്നെ ഇട്ടിട്ട് മ്യൂട്ട് ചെയ്ത് അതിന് പറഞ്ഞു നോക്കൂ, സ്പീഡ് വേരിയേഷൻ നോക്കൂ, അത് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കൂ, അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെ ഞാൻ അഡ്വൈസസ് കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട്, ഡബ്ബിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണ്, അത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഒരു ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പല ഭാഷകളിലായിട്ട് ഒരുപാട് അഭിനേത്രികൾക്ക് വേണ്ടി വോയിസ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവ്യമാധവൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ശ്രീ ചേച്ചിയുടെ വോയിസാണ് നമുക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു അഭിനയത്തിൽ ഇന്ന ആൾക്കാണ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ യു ഫെൽ റിയലി കംഫർട്ടബിൾ, അതായത് ടെൻഷനേ ഇല്ല, അങ്ങനെ തോന്നിയ ആളുകളുണ്ട്? അതല്ല ഓരോ പടവും ഡിഫറെൻറ്റ് ചാലഞ്ചസ് തന്നെയാണ്? ഓരോ പടവും ചാലഞ്ചസ് തന്നെയാണ്. കാരണം ഒരു പടം ഇപ്പോൾ ഒരു നായികയ്ക്ക് ഡബ് ചെയ്യുന്നതെങ്കിൽ തുടക്കം തൊട്ട് എൻഡ് വരെ അവർ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഓരോ ആർട്ടിസ്റ്റിനും അവരുടെ ടൈമിംഗ് വ്യത്യാസമുണ്ട്, അവരുടെ റെൻഡറിങ് സ്പീഡ് വ്യത്യാസമുണ്ട്, അവരുടെ അഭിനയ ശൈലി വ്യത്യാസമുണ്ട്, ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ നമുക്ക് ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അത് ഇന്നാൾക്ക് ഡബ് ചെയ്യാൻ ഭയങ്കര ഈസി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് എല്ലാ പടത്തിലും ഒരുപോലെ അല്ലല്ലോ അഭിനയിക്കുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദറ്റ് ദ വേ ദേ ഹാവ് ടു പ്രസൻറ്റ് ദെംസെൽസ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പം ഓരോ ഇതും നമുക്ക് ചാലഞ്ചസ് തന്നെയാണ്. പക്ഷെ അത് യു ലവ് ആൻഡ് ഡു ഇറ്റ്, എന്താ പറയുക, ആ ഒരു പാഷനോടുകൂടി ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് 1 മോഡുലേഷനല്ല 2 അല്ല 10 മോഡുലേഷനിൽ കൊടുക്കാൻ പറ്റും. You can enjoy doing that. അപ്പോൾ അതിൽ നിന്ന് ഡയറക്ടേഴ്സ് ആൻഡ് ദ ടീം ക്യാൻ പിക്ക് അപ്പ് വാട്ട് എവർ ദേ ഫീൽ കംഫർട്ടബിൾ. ചില സമയത്ത് ഞാൻ ഇല്ല സാർ ഒന്നുകൂടെ അവർ ഓക്കെ പറഞ്ഞാൽ എനിക്ക് തൃപ്തിയാവില്ല, അപ്പോൾ ഒന്നുകൂടെ എടുക്കാം, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ അത്രയ്ക്ക് നമ്മളത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്നത്. ഇല്ലെങ്കിൽ മതി ഒരു ടേക്കല്ല, ഓക്കെ നമുക്ക് പൊടി തട്ടി പോവാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇനി ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ വരുമ്പോഴും ദേ ഓൾസോ ഷുഡ് ലേൺ ദാറ്റ്. പൈസ മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് പൈസ വേണം, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഗിവ് യുവർ ടൈം ആൻഡ് എനർജി. ഡയറക്ടർക്കും ആ ഒരു പ്രൊഡക്ഷനും അല്ല ആ ഒരു ക്യാരക്ടറിന് എന്താണോ ആവശ്യം അത് 100% കൊടുക്കാനുള്ള മനസ്സ് തയ്യാറായിട്ട് വേണം നമ്മൾ അവിടെ നിൽക്കാൻ. ഇല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് അടുത്ത ഡബ്ബിങ്ങിന് പോകണമല്ലോ, അവിടെ നിന്ന് അപ്പുറം പോകണമല്ലോ, അത് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കരുത്. വെൻ യു ആർ ദേർ, പുട്ട് യുവർ സെൽഫ് 100% ദേർ. ദാറ്റ് വിൽ ടേക്ക് ദം ഹൈറ്റ്സ്. Thank you so much for chatting with us. All the best for മോഹിനിയാട്ടം. ഒരുപാട് സന്തോഷം. Thank you.